ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേണ്ട മോളെ, അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട. തിരുമേനി, തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തണം. അതാണ് അതിന്റെ കീഴ്വഴക്കം. വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാ സാധാരണ തിരുമേനിയുടെ ആൾക്കാരിങ്ങനെ പുറത്തിറങ്ങാറില്ലല്ലോ. വരേണ്ടി വന്നു. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പത്മിനി എന്താ ഒന്നും സംസാരിക്കാത്തെ? അമ്മയ്ക്ക് പ്രിയയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബാക്കി എല്ലാരും അവളെ മറന്നാലും അമ്മയ്ക്ക് മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാവരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വരുണിന്റെ വിവാഹ ദിവസം വിവാഹ മണ്ഡപത്തിൽ വെച്ചൊരു അബദ്ധം പറ്റിയിരുന്നു. അതെന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം. അന്നേ ദിവസം തന്നെ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും പ്രിയങ്ക വരുണിനോടൊപ്പം ഇങ്ങോട്ട് അയക്കില്ലായിരുന്നു. പക്ഷേ മനുഷ്യ സഹജമായ ചില സ്വാർത്ഥതകൾ അതിലെന്റെ ഭാര്യയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതിനാദ്യം ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. ആദ്യം പറഞ്ഞു കേട്ടപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല തിരുമേനി. പക്ഷേ പതുക്കെ പതുക്കെ യാഥാർത്ഥ്യം അതാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ആളുകളുടെ മുമ്പിൽ പ്രിയങ്കയും വരുണും ഭാര്യ ഭർത്താക്കന്മാരായിപ്പോയില്ലേ? അതുകൊണ്ട് അത് തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്റെ മകൾ രാധികയെ ആത്മാർത്ഥമായിട്ട് ഒരാൾ സ്നേഹിച്ചു. പക്ഷെ എന്റെ മകൾക്കോ അങ്ങയുടെ മകനോ അത് തുറന്നു പറയാൻ തോന്നിയില്ല. അതിനിടയിൽ സംഭവിച്ചത് അബദ്ധങ്ങൾ മാത്രമാണ്. ഇപ്പൊ ഞാൻ വന്നത് അതൊന്ന് തിരുത്താൻ കൂടി വേണ്ടിയാ. മോനെ, അച്ഛന് ചെയ്യാൻ കഴിയുന്ന അച്ഛൻ ചെയ്തു. ഇവരെ അറിയിക്കാനുള്ളത് അറിയിച്ചു. ഇനി മോന്റെ കുടുംബം തീരുമാനിക്കട്ടെ. അല്ല, പ്രിയങ്കയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലല്ലോ. അവളെ ആരാ കൊന്നത് എന്നതിന് ഉത്തരവുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ. കൽപ്പനയൊന്നും മിണ്ടാതിരിക്കെ. എന്താ വേണ്ടേന്ന് വെച്ചാ ദേവനാരായണ തിരുമേനിയും പരമേശ്വരനും കൂടി തീരുമാനിച്ചോളൂ. പരമേശ്വര, എന്താ നിന്റെ തീരുമാനം? ഭഗവാനെ, എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയാ ഈ വേദനകൾക്കിടയിലും അച്ഛനമ്മയും കണിമംഗലത്ത് പോയിരിക്കുന്നത്. ഇനി ഒരു തടസ്സം ഉണ്ടാവരുത്.
പരമേശ്വര ചോദിച്ചത് കേട്ടില്ലേ നീ? ഞാൻ ഈ കുടുംബത്തിൽ വന്നതിൽ പിന്നെ എന്റെ ഭർത്താവ് പറയുന്ന ഒരു തീരുമാനത്തെയും ഞാൻ എതിർത്തിട്ടില്ല. കണിമംഗലത്ത് അങ്ങനെ ഒരു ശീലമില്ല. അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞോ. അങ്ങനിപ്പോ എന്താ? വേണ്ട മോളെ, അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട. തിരുമേനി, തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തണം. അതാണ് അതിന്റെ കീഴ്വഴക്കം. എന്റെ മകനെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം അറിയാതിരിക്കുമ്പോഴായിരുന്നു. പക്ഷേ എല്ലാറ്റിൽ നിന്നും കുറ്റവിമുക്തരായിരിക്കുന്ന ഇവരെ ഇനി അകറ്റി നിർത്താൻ പറ്റില്ല. എല്ലാം ചടങ്ങ് പോലെ നടക്കട്ടെ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം ആറ്റുവാശ്ശേരിയിലേക്ക് വരാം. വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. എന്താ, പോരെ? സന്തോഷമായി. എന്നെ യശോദയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇനി ഒരു കരുതലേ ഉള്ളൂ. ഞങ്ങളുടെ രാധിക മോള്. അവളെങ്കിലും സുരക്ഷിതായിരിക്കണം.